അർജുനെ പറ്റി ശരണ്യ ശ്രീധുവിന് വാണിംഗ് കൊടുക്കുകയാണ്. അർജുൻ ഫേക്ക് ആണ്. അർജുൻ പലതും ഒളിപ്പിച്ചു വെച്ചാണ് ഇവിടെ നിൽക്കുന്നത്. എന്റെ അടുത്ത് സിബിനും പൂജയും ഒക്കെ ഇത് പറയാറുണ്ട്. ശ്രീധുവിനോട് ശരണ്യ ഇത് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് അർജുനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? സോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അർജുൻ ശ്രീധു കോംബോ ബിഗ് ബോസിന് പോലും ഇഷ്ടമുള്ള ഒരു കോംബോയാണ് ഇത് രണ്ടും. ഇവർ രണ്ടുപേരും ഒരുമിക്കുകയും ഇവർ രണ്ടുപേരുടെയും കോംബോയും സുഹൃത്ത് ബന്ധങ്ങളും അതുപോലുള്ള ഫൺ എലമെന്റ്സും കാണാൻ ബിഗ് ബോസ് പോലും പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് പോലും പലപ്പോഴായിട്ട് അവരുടെ രംഗങ്ങൾ കാണിക്കുന്നതാണ്. എന്നാൽ അവർ അത്ര അധികം ഇന്റിമേറ്റ് ആയിട്ടും അതുപോലെ ഒരുമിച്ചിരിക്കുന്ന സീൻസ് ഒക്കെ വളരെ കുറവാണ്. എന്നാലും ബിഗ് ബോസ് അതിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോ ശരണ്യ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. അർജുനെ അധികം സൂക്ഷിക്കണം, അർജുനെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതായത് അർജുൻ ഇപ്പോൾ കാണിക്കുന്നതെല്ലാം ഫേക്ക് ആണ്. അർജുന് പുറത്ത് വേറൊരു മുഖമുണ്ട്. അതുപോലെ അർജുൻ നിന്നടുത്ത് മാത്രമാണ് സോഫ്റ്റ് കോർണറിൽ നിൽക്കുന്നത്. അർജുന്റെ യഥാർത്ഥ മുഖം ഇതല്ല. അർജുൻ കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ട് നിൽക്കുന്ന ആളാണ് എന്നാണ് ശരണ്യ ശ്രീധുവിനോട് പറഞ്ഞിരിക്കുന്നത്. ശരണ്യയും ശ്രീധുവും തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ, വളരെ നല്ല സുഹൃത്ത് ബന്ധമാണ്, അതുപോലെ അടുത്ത ബന്ധമാണ് ഉള്ളത്. അപ്പൊ അവർ രണ്ടും ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശ്രീധുവിന് ഒരു ഡൗട്ടായി. ശ്രീധുവിന് മനസ്സിൽ തന്നെ ഒരു ഡൗട്ട് ആവുകയും ശ്രീധു അറിയാത്ത ഭാവത്തിൽ പോയി അർജുൻ്റെ അടുത്ത് പല പല രീതിയിൽ ചോദിക്കുകയും ചെയ്തു. അർജുൻ, നീ ഫേക്ക് ആണോ, ഫേക്ക് ആയിട്ടാണോ നിൽക്കുന്നത് ഇവിടെ എന്നൊക്കെ ഉള്ള തരത്തിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അർജുൻ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ, ഞാൻ ഫേക്ക് ഒന്നുമല്ല, ഞാൻ ശരിക്കും എന്റെ ഇമോഷണൽ കുറച്ച് കാര്യങ്ങൾ, ഞാൻ എന്റെ ദേഷ്യം കുറച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഇമോഷണൽ സാധനങ്ങൾ കുറച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്, അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്, അല്ലാത്ത പക്ഷം ഞാൻ ഇത് തന്നെയാണ് എന്നാണ് അർജുൻ പറഞ്ഞിരിക്കുന്നത്. സോ അർജുനെ പറ്റി നടത്തിയ വെളിപ്പെടുത്തൽ ശ്രീധുവിന്റെ മനസ്സിൽ ഒരു ഇത് ഉണ്ടാക്കാൻ, അതായത് ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതും പ്രത്യേകിച്ച് ശരണ്യയെ പോലുള്ള അടുത്ത സുഹൃത്ത് പറഞ്ഞതുകൊണ്ട്. എന്ത് തന്നെ ആയാലും ഇവരുടെ കോംബോ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉള്ള കോംബോയാണ് അർജുൻ ശ്രീധു കോംബോ എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ കോംബോ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നാൻ ചാൻസ് ഉള്ള ഒരു ഇതാണ് ശരണ്യ പറഞ്ഞിരിക്കുന്നത്. എന്ത് തന്നെയായാലും മുന്നോട്ട് പോകുമ്പോൾ കണ്ടറിയാം. ശ്രീധു എന്തായാലും ചോദിച്ചിട്ടുണ്ട് അർജുന്റെ അടുത്ത്. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ ഈ കോംബോക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കണ്ടറിയാം.